friends, welcome back to the channel. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂന്തൽ റോസ്റ്റ് സ്ക്വിഡ് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിനൊക്കെ മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതായതാണ് നമ്മുടെ സ്ക്വിഡ്, നമ്മുടെ കൂന്തൽ നാട്ടിൽ കടപ്പുറത്ത് സ്ഥലത്തൊക്കെ ഇതേപോലത്തെ നല്ല വലിയ കൂന്തൽ കിട്ടും. അല്ലെങ്കിൽ സാധാരണ കിട്ടുന്ന കൂന്തലൊക്കെ നമ്മുടെ ചെറുതാണ്. അപ്പോൾ ഇത് അതിനേക്കാൾ നല്ല വലിപ്പമുള്ള സ്ക്വിഡാണ്. അപ്പോൾ ഇത് ഇറച്ചി പോലെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. ഇനി നമുക്കിത് വിനേഗറും മഞ്ഞളൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 വലിയ സവാളയും ഒരു ചെറിയ തുണ്ട് ഇഞ്ചി 3 വെളുത്തുള്ളിയും കൂടി ചോപ്പറിലിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണി ചോപ്പർ ഉണ്ടെങ്കിൽ വേഗം നടക്കും. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് 2 വറ്റൽമുളക് പൊടിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ ഉള്ളിയൊക്കെ കയ്യിലിട്ട് ജസ്റ്റ് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വഴറ്റി വരുന്ന നേരം കൊണ്ട് നമുക്ക് 1 സ്പൂൺ കുരുമുളകും 1/2 സ്പൂൺ പെരിഞ്ചീരകം കൂടി പൊടിച്ച് മാറ്റി വെക്കട്ടോ. അപ്പോൾ ഇതേ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ആയി മതി. അപ്പോൾ എൻ്റെ മഞ്ഞൾപ്പൊടി ഇതോട് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മൊത്തം ബോട്ടിലോട് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 സ്പൂൺ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇടാണ്ട്. അപ്പോൾ ഞാനിവിടെ വലിയ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. സ്പൂണാണെങ്കിൽ 2-2.5 സ്പൂൺ ഇടാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ച് വെച്ച് ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഞാൻ ഒരു ചെറിയ സ്പൂൺ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് ഇട്ടത്. മല്ലിപ്പൊടി 1 സ്പൂൺ 2 സ്പൂൺ. ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് മാറ്റി കഴുകി വെച്ച കൂന്തലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മസാല ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂന്തലിട്ട് കൊടുക്കാം. കൂന്തലിട്ടിട്ട് നല്ലപോലെ 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. 1-2 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക. നമ്മുടെ കൂന്തൽ റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.